എല്ലാവർക്കും സുഖമല്ലേ? നമുക്കിന്നൊരു ഫോൾഡർ ഓർഗനൈസർ എന്താക്കിയാലോ? അതെങ്ങനെ ഉണ്ടാക്കണമെന്നല്ലേ? ഫസ്റ്റ് തന്നെ 10 സെന്റിമീറ്ററും 11 സെന്റിമീറ്ററും അളവെടുത്തിട്ട് ഒന്ന് വരച്ചു കൊടുക്കണം. ഇതുപോലെ എടുത്തതെന്ന് വെച്ച് അപ്പുറത്തെ സൈഡിൽ നിന്നും ഇതുപോലെ 10 സെന്റിമീറ്റർ അളവെടുത്ത് എടുക്കണം. അപ്പോൾ നമുക്ക് ഏകദേശം ഈ ഒരു രീതിയിൽ കിട്ടും. എന്നിട്ട് ഇതുപോലെ മടക്കി കൊടുക്കാം. ഏകദേശം ഒരു ബോക്സ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു മെത്തേഡാണ് കേട്ടോ ഇത്. ഇനി ഫോൾഡറിന് കട്ടിയും അതുപോലെ തന്നെ ഭംഗിയും കൂട്ടാൻ വേണ്ടി ഒരു ചാർട്ട് പേപ്പറാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത്. അത് ഗ്രീൻ കളറാണ്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. കറക്റ്റ് 1 സെന്റിമീറ്റർ കൂടുതലും വേണം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറൊക്കെ ഒട്ടിക്കാട്ടോ. എൻ്റെ കയ്യിൽ ആകെ ഗ്രീൻ കളറുള്ള ചാർട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാനിത് ഒട്ടിച്ചത്. ഫസ്റ്റ് പിങ്കാണ് ഒട്ടിക്കാൻ നിന്നേച്ചത്. അപ്പം നോക്കിയപ്പോൾ പിങ്ക് തീർന്ന്. ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പെൻ എടുക്കണം. എന്നിട്ട് അതിൻ്റെ അളവ് വെച്ചിട്ട് ഒന്ന് ചുരുട്ടി കൊടുക്കണം. ഒരു പേപ്പർ കുറച്ച് ലൂസായിട്ട് ചുരുട്ടിയാൽ മതി കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറ്റാൻ പറ്റില്ല, ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇടാനും കൂടി പറ്റണം കേട്ടോ അത് കഴിഞ്ഞിട്ട്. എന്നിട്ട് ഞാൻ 2 എണ്ണം ഇതുപോലെ ചെയ്തേക്കണം. മറ്റേ പെന്നാണ് നോക്കിയപ്പോൾ അത് ടൈറ്റായി പോയി. എന്നിട്ട് ഇതിനെക്കാട്ടും ലൂസുള്ള ഒരു പെന്നാണ് ഉപയോഗിച്ചത്. ഇതിന് ഓർഗനൈസർ എന്നും പറയും, അതുപോലെ തന്നെ ഒരു പേപ്പർ ബോക്സ് എന്നും കൂടി പറയൂ കേട്ടോ. ഇനി നമ്മൾ പെൻ ചെയ്ത പോലെ തന്നെ സ്കെയിലും ഇതുപോലെ അളവെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി കൊടുക്കുക. അപ്പം ഞാൻ പെയിൻറ് ചെയ്തെടുത്ത ഒരു സ്കെയിലാണ് കേട്ടോ ഇത്. ഇനി നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഒരു സാധനം വേണം, പോക്കറ്റൊക്കെ പോലെ. അപ്പോൾ അതാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോണത്. ഫസ്റ്റ് ഇതുപോലെ ഒട്ടിച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ 2 സൈഡും ഒന്ന് ആംഗിളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ കർവ് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ 2 സൈഡും കട്ട് ചെയ്യണം കേട്ടോ. എന്നിട്ട് അടിയിൽ പശ കൊണ്ടൊന്ന് ഒട്ടിച്ചിട്ട് എവിടെയെങ്കിലും ഒട്ടിക്കുക. അപ്പം ഞാനിവിടെ സ്പേസ് ഉള്ളതുകൊണ്ട് അടിയിലാണ് കേട്ടോ ഒട്ടിക്കണം. എന്നിട്ട് അതിലേക്ക് കുറച്ച് സ്റ്റിക്കേഴ്സോ എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കാം കേട്ടോ. അപ്പം ഞാനതിലേക്ക് കുറച്ച് സ്റ്റിക്കേഴ്സാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. ഇനിയും തീർന്നിട്ടില്ല കേട്ടോ നമ്മുടെ പരിപാടി, ഇനിയും വരുന്നുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കാൻ വേണ്ടിയിട്ട് ടു ഡു ലിസ്റ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് ഒരു ബുക്ക് വേണോ അല്ലേ? അപ്പോൾ അതിന് കുറച്ച് പേജസ് ഇതുപോലെ സ്റ്റാപ്ലർ അടിച്ചെടുക്കണം. എന്നിട്ട് അത് കവർ ചെയ്തുകൊണ്ട് ഒരു പേപ്പറും കൂടി ഒട്ടിച്ചാൽ സംഭവം റെഡി. ഇപ്പം നമുക്കൊരു ബുക്ക് കിട്ടി. ഇനി ഇത് എവിടെയെങ്കിലും ഒട്ടിച്ച് വെക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ഒരു ബോറാണെങ്കിലും ഇതിലേക്ക് സ്റ്റിക്കേഴ്സൊക്കെ കൂടി ആഡ് ചെയ്യുമ്പോൾ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പം നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം എങ്ങനത്തെ ക്രാഫ്റ്റൊക്കെയാണ്? കവായി ടൈപ്പാണോ അല്ലെങ്കിൽ ക്യൂട്ട് ടൈപ്പാണോ അല്ലെങ്കിൽ വിൻറ്റേജ് ടൈപ്പൊക്കെ ആണോ? അപ്പോൾ എനിക്കിഷ്ടം ക്യൂട്ട് ടൈപ്പാണ് കേട്ടോ. അപ്പോൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ. അപ്പോൾ ഗ്ലൂ തേച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ ഒട്ടിച്ച് വെക്കാം. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു സാധനം ചെയ്യുന്നത്. അപ്പോൾ പറഞ്ഞു വന്നപ്പോൾ ഭയങ്കരമായിട്ട് ലെങ്ത്ത് കൂടിപ്പോയി വീഡിയോയ്ക്ക്. അപ്പോൾ അടുത്ത പാർട്ടായിട്ട് ഇതിൻ്റെ ബാക്കി ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും അടുത്തത് എന്താ വേണ്ടതെന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ വീഡിയോൻ്റെ ബാക്കി അടുത്ത പാർട്ടായിട്ട് ഇടുന്നതായിരിക്കും. ബായ്.